വിവാഹ അഭ്യർത്ഥന നിരസിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു നായിൻ്റെ മോൻ ഒരു പെണ്ണിനോട് ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു 2 ദിവസം മുമ്പ് നമ്മുടെ ഈ ബാംഗ്ലൂർ നടന്നൊരു സംഭവമാണ്. ആ വീഡിയോയിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും കാണാം 2 പേര് വന്ന് സ്കൂട്ടറിൽ അവിടെ വണ്ടി നിർത്തിയേക്കുവാണ്. അപ്പോൾ ഇവൻ കാറിൽ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഈ പെണ്ണിനോട് അതും ഇതൊക്കെ സംസാരിക്കും, കയ്യിൽ നിന്നൊരു ബാഗ് തട്ടിപ്പറിക്കും ഒക്കെ ചെയ്തിട്ട് അവളെ പരസ്യമായിട്ട് അത്രയും റോട്ടിൽ അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് അപമാനിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ കാണുന്നത്. സംഭവം രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം വഴി കമ്പനിയായി ഫ്രണ്ട്സായി മാറുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ യുവാവ് കണ്ടിന്യൂസ് ആയിട്ട് പ്രണയാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അവസാനം പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നേരത്താണ് പുള്ളി പബ്ലിക്കായിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തി ഈ കാണുന്ന സ്ത്രീയുടെ ഉടുപ്പൊക്കെ വലിച്ചൂരി പബ്ലിക്കായിട്ട് അപമാനിച്ചത്. എനിക്കിതിൽ ഏറ്റവും സഹതാപം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ കൂടെ ആത്മാർത്ഥ സുഹൃത്തായിട്ട് ഒരുത്തി ഉണ്ടായിരുന്നു. ഇത്രയും കാര്യം അവളെ ചെയ്യണ കണ്ടിട്ടും ഒന്നും ചെയ്യാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു കമ്പ് പോലും എടുത്ത് അവൻട്ട് എറിയാണ്ട് വായും പൊളിച്ച് നോക്കി നിന്ന് ഒരുത്തിയുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഇങ്ങനെ കുറേ എണ്ണങ്ങൾ കാണും. ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാവോ അത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അതാണ് നമുക്ക് നല്ലത്. കാരണം എനിക്ക് തോന്നുന്നു ആ സ്ഥാനത്ത് വെറൊരു പട്ടിയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കുരയ്ക്കുകയോ അവനെ പിടിച്ച് കടിക്കുകയോ എങ്കിലും ചെയ്യും. ഇവള് ആത്മാർത്ഥ സുഹൃത്തായിട്ട് കൂടെ നിന്നിട്ട് അത്രയും ചെയ്യണ കണ്ടിട്ടൊന്നും മൈൻഡ് പോലും ചെയ്യാണ്ട് വായും പൊളിച്ച് നിൽക്കുക ചെയ്യണേ. എന്തായാലും ഈ സംഭവം എല്ലാം നടന്നു കഴിഞ്ഞ് നാട്ടുകാരെല്ലാം പറഞ്ഞ് ഇവൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ നോട്ട് ചെയ്ത് പോലീസിനെ അറിയിച്ച് ഈ യുവതി പരാതി കൊടുത്ത് അങ്ങനെ ഇവൻ്റെ പേരിൽ FIR ഇട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും അവളെ സമ്മതിക്കണം. കാരണം അവളും ഒരു പെണ്ണാ. അവളുടെ കൺമുന്നിൽ വെച്ച് അവളുടെ കൂട്ടുകാരിയായ മറ്റൊരു പെണ്ണിനെ ഇങ്ങനെ ഉടുപ്പും വലിച്ചു കീറി ഇങ്ങനെ ഇട്ട് നശിപ്പിക്കണ കാണുമ്പോൾ അവൾ നോക്കി നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചേ പറ്റുള്ളൂ അവളെ. അപ്പം ഇങ്ങനെ നമുക്കൊരു നിസ്സഹായ അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിന്നിട്ട് ഇതുപോലെ ഒറ്റപ്പെടുത്തുന്ന ഏതെങ്കിലും നല്ല മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരങ്ങ് കട്ട് ചെയ്തോ. അതായിരിക്കും നമുക്ക് നല്ലത്.